അപ്പോൾ നമുക്കൊന്ന് കടയിൽ പോയിട്ട് വന്നാലോ ഗൈസ്. വീട്ടിലെ അവശ്യ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ നമ്മുടെ ബാഗ് സെഞ്ചിയൊക്കെ തൂക്കിയിട്ട് വീടിൻ്റെ അടുത്തുള്ള കടയിലേക്ക് പുറപ്പെട്ടു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3-4 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെറ്റോ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷം ആയെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ടെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് ഗൈസ് മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലേ എന്ന്. ഇല്ല ഗൈസ്, ഞാനങ്ങനെ പുറത്തിറങ്ങാറില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ഭാഷയിൽ പറഞ്ഞാൽ ഞാനൊരു ഇൻവേർട്ടറാണ് ഗൈസ്. അതെ, എൻ്റെ സോഷ്യലൈസിങ് സ്കിൽസ് വളരെ മോശമാണ് ഗൈസ്. ഓർമ്മശക്തി വളരെ കൂടുതലായതുകൊണ്ട് മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഓരോന്ന് തീരുമ്പോൾ തന്നെ ഞാൻ അപ്പോൾ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ച മലയാളം ഇംഗ്ലീഷ് മിക്സഡ് ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെല്ലുമ്പോൾ അത് തന്നെ കാണുന്ന പഴമായതുകൊണ്ട് ഒരു കവർ വലിച്ചൂരിടുത്തിട്ട് ഒരു വെള്ള പഴം ഞാൻ എടുത്തു ഗൈസ്. പിന്നെ ഒരു പാക്കറ്റ് ഈന്തപ്പഴം എടുത്തു. ചുവന്ന മുന്തിരിക്ക് വില കൂടുതലായതുകൊണ്ട് അതവിടെ വെച്ചിട്ട് ഒരു പാക്കറ്റ് പച്ച മുന്തിരി എടുത്തു. പിന്നെ 2 ക്യാൻ ട്യൂണ ഫിഷും ഒരു പാക്കറ്റ് മുട്ട എടുത്തു ഗൈസ്. പിന്നെ ബാസ്ക്കറ്റിലേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഇതുവരെ ഞാൻ ലിസ്റ്റിലുള്ള ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഓടി ചെന്ന് പഞ്ചസാരയും പാലും എണ്ണയൊക്കെ എടുത്തു ഗൈസ്. അപ്പോഴാണ് ഞാൻ ലിസ്റ്റിലെ മെയിൻ സാധനത്തെ പറ്റി ഓർത്തത്, അരി. പ്രൈസ് നോക്കിയപ്പോൾ എന്നത്തെക്കാൾ 20 സെന്റ് കുറവ്. പിന്നെ ഒന്നും നോക്കില്ല, 2-3 പാക്കറ്റ് അങ്ങ് എടുത്തു. പിന്നെ നമ്മുടെ പച്ചലൈസ്, അത് വിട്ടിട്ട് ഒരു കളിയില്ലല്ലോ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ചായ മുക്കി കഴിക്കുന്ന എൻ്റെ ബിസ്ക്കറ്റ് എടുത്തു. പിന്നെ ഞാൻ ലിസ്റ്റിൽ 50-50 എഴുതിയായിരുന്നു ഈ ബിസ്ക്കറ്റ് എടുത്തു. ഇതിന് നമ്മുടെ നാട്ടിൽ ആ ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇതിനെ ഞാൻ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ എടുത്ത സാധനങ്ങൾക്ക് ഓടിച്ചെന്ന് ബില്ലടിക്കാൻ വെച്ചു. എൻ്റെ ബഡ്ജറ്റ് 20 euro ആയിരുന്നു ഗൈസ്. പിന്നെ അരി നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ട് ബഡ്ജറ്റിന് മുകളിൽ പോയി. പിന്നെ മേടിച്ച സാധനങ്ങൾക്ക് ചോന്ന് വീട്ടിൽ വന്നു. കണ്ട ഗൈസ്, സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ പച്ചലൈസ് ഇരിക്കുന്ന സ്ഥലം. പിന്നെ എല്ലാം അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ മോശനപ്പനാണെങ്കിൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 ബ്രെഡ് കൊണ്ടു തന്നെ. പിന്നെ അതൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. ടാറ്റാ.